അടുത്തത് ഫ്രാക്ഷൻ കമ്പാരിസൺ ആണ്. ഫ്രാക്ഷൻ കമ്പാരിസണിൽ നിങ്ങൾ ഈ 1/2 മുതൽ 1/11 വരെയുള്ള പെർസെൻറ്റേജ് പഠിച്ചാൽ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് വെച്ച് തന്നെ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്? 1/2 എന്ന് പറയുന്നത് 50%, 1/8 എന്ന് പറയുന്നത് 12.5%. അപ്പോൾ 7/8 അതിൻ്റെ 7 ഇരട്ടിയായിരിക്കും, 87.5% ആയിരിക്കും. അങ്ങനെ പെർസെൻറ്റേജ് വെച്ച് പറഞ്ഞാൽ തന്നെ നമുക്ക് ഏറ്റവും വലുതും ഏറ്റവും ചെറുതും ഏതാണെന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ അത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി വേറൊരു ടെക്നിക്ക് കൂടെ പറയാം. ഇവിടെ ഒന്ന് നോക്കിക്കേ, ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതിയാണെന്നറിയാം അല്ലെ, 50% അറിയാം. ബാക്കി എല്ലാം 50% കൂടുതലല്ലേ. 11ന്റെ 50% ആകാൻ ഇവിടെ 5.5 ആയാൽ മതിയായിരുന്നു. 11 മാങ്ങയിൽ 5.5 മാങ്ങ എടുത്താൽ പകുതി മാങ്ങ ആയില്ലേ. 11ൽ 8 എന്ന് പറഞ്ഞാൽ പകുതിയിൽ കൂടുതലല്ലേ. സോ ഇത് പകുതിയിൽ കൂടുതലാണ്. അതേപോലെ 8ൽ 7 പകുതിയിൽ കൂടുതലാണ്. 8ൽ 7 9ൽ 7 ആണെങ്കിലും പകുതിയിൽ കൂടുതലാണ്. 6ൽ 5 പകുതിയിൽ കൂടുതലാണ്. എന്ന് വെച്ചാൽ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ എന്തായാലും ഹാഫ് ആയിരിക്കും എന്നർത്ഥം. സ്മോളസ്റ്റ് ഇസ് ഹാഫ്. ക്വസ്റ്റ്യൻ ഇസ് ആസ്കിങ് ഗ്രേറ്റസ്റ്റ് മൈനസ് സ്മോളസ്റ്റ്. ഇനി ഗ്രേറ്റസ്റ്റ് ഏതാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അവിടെയും ഈ പെർസെൻറ്റേജിൻ്റെ കാര്യം അറിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതറിയത്തില്ലെങ്കിൽ ഇതുപോലെ കുറച്ചുകൂടെ സമയമെടുക്കും ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, 7/8ഉം 7/9ലും 7/9 ചെറുത് വേണ്ട നമുക്ക്. സോ അത് പോയി. 7/8 87.5% ആണെന്ന് അറിഞ്ഞാൽ 5/6 1/6 16.6ഉം 5/6 83.33ഉമാണ്. 87.5 83.33യേക്കാളും വലുതല്ലേ. സോ 5/6 എലിമിനേറ്റ് ചെയ്ത് കളയാം. 8/11 അതിലും ചെറുതാ. കാര്യം 8/9 തന്നെ 8/10 ആണെങ്കിൽ തന്നെ 80%. സോ 8/11 80%ലും താഴെയാണ്, 80%ലും താഴെയാണ്. ഇത് 87.5% ഉണ്ട് 7/8. അതുകൊണ്ട് നമുക്ക് കൺഫേം ചെയ്യാം ലാർജസ്റ്റ് 7/8 ആണെന്ന്. സോ ഗ്രേറ്റസ്റ്റ് 7/8ഉം സ്മോളസ്റ്റ് 1/2ഉമാണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. സോ 7/8 മൈനസ് 1/2 LCM 8. സോ 7 മൈനസ് 4/8 that is 3/8 is the answer. First option 3/8 is the answer.